ഭാരതാംബയ്ക്കിപ്പോൾ കിടക്കപ്പൊറുതിയില്ല. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം കണ്ടതു മുതൽ സഹാക്കന്മാർക്ക് ഹാലിളകിയിരിക്കുകയാണ്. ഭാരതാംബ ഒരു സ്ത്രീയാണെന്നും കയ്യിലൊരു കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ആളാണെന്നുമാണ് ശിവൻകുട്ടി മന്ത്രി പറയുന്നത്. മന്ത്രിക്കല്ലേ എന്തും പറയാം എന്ന് വിചാരിക്കാം. പക്ഷേ എന്താണ് മുഖ്യന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മുഖ്യൻ എന്താണ് മൗനം പാലിക്കുന്നത്? പാലിച്ചല്ലേ പറ്റൂ. മിണ്ടിപ്പോയ മകളകത്ത് കിടക്കും. അതാണ് പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് ജി ശക്തിധരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വീണ കെട്ടതിന് പാഠപുസ്തകം എന്ത് പിഴച്ചു? സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഗുരുതരമായ ഭരണഘടനാ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും ഗവർണറും ഇടപെട്ട് പരിഹാരം കാണാത്തത് എന്തുകൊണ്ടാണ്? കൊച്ചു മന്ത്രിമാരെ ഇറക്കിവിട്ട് പ്രശ്നം സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടാണ്? മുൻപ് ഭാരതാംബയുടെ ചിത്രം ഇല്ലാതിരുന്നത് കൊണ്ട് രാജ്ഭവനിൽ ഇടുത്തി വീണൊന്നുമില്ലല്ലോ. കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോർ മാന്തിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ കാണുന്ന ഈ നാടകം? കേരള സമൂഹത്തിന് എവിടെ സ്വൈര്യമായി ജീവിക്കണ്ടേ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കേണ്ടവർ പ്രശ്നം പരിഹരിക്കേണ്ടത് പാഠപുസ്തകം തിരുത്തിയാണോ? പാഠപുസ്തകം എന്ത് പിഴച്ചു? വിദ്യാർത്ഥികൾ എന്ത് അപരാധമാണ് കാണിച്ചത്? ഗവർണറെ പഠിപ്പിക്കാൻ കൂടി ഒരു പാഠം സ്കൂൾ കുട്ടികൾക്ക് എഴുതി ചേർക്കണമെന്ന് ഏത് മന്ദബുദ്ധിയാണ് ഉപദേശം നൽകിയത്? എന്ത് ഫേക്കാണിത്? മുഖ്യമന്ത്രിയുടെ മൗനം അർദ്ധഗർഭമാണ്. മുഖ്യമന്ത്രി അഴിമതി ആരോപണങ്ങളിൽ ഊരാക്കുടുക്കിലായതിനാൽ ജയിലിൽ പോകുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഗവർണറുടെ സഹായം വേണം. അതിന് എന്തു തരത്തിൽ പ്രീണനത്തിനും രാഷ്ട്രീയ കീഴടങ്ങലിനും അദ്ദേഹം തയ്യാറാകും. മുഖ്യമന്ത്രിയെ ഇപ്പോൾ താരതമ്യപ്പെടുത്താനാവുന്നത് തൃശങ്കുവിലായ ശശി തരൂരിനോടാണ്. മനസ്സുകൊണ്ട് മുഖ്യമന്ത്രി CPM-നോടാണെങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ നിൽക്കാനാകുന്നില്ല. ഇത് തന്നെയാണ് തരൂരിന്റെയും അവസ്ഥ. കൃഷിമന്ത്രി ഉദ്ഘാടന ചടങ്ങ് രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ എടുത്തു മാറ്റിയിട്ടും മുഖ്യമന്ത്രി ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ മുഖ്യമന്ത്രിയെ താങ്ങുന്ന ശക്തമായ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു നിൽക്കുന്നു. എത്ര പൊതികളാണ് മാധ്യമപ്രവർത്തകരുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? മാധ്യമപ്രവർത്തകർ പച്ചയ്ക്ക് ഭയപ്പെടുത്തി പണം പിടുങ്ങി സേവ പിടിക്കുന്ന കാലം മുമ്പ് കണ്ടിട്ടില്ല. ഏതെങ്കിലും പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ പാങ്ങില്ലാതെ ബുദ്ധിമുട്ടുന്നത് കൊണ്ടല്ല ഇത്. എത്ര മികച്ച മാധ്യമവും പുറം സഹായമില്ലാതെ നടത്താനാകില്ല. മനോരമയും, അതായത് മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാം അങ്ങനെ ഉണ്ടായതാണ്. മാസപ്പടി പോലെ വാർത്ത തമസ്കരിച്ചും വായനക്കാരെ ഇരുട്ടിൽ നിർത്തിയുമാണ് ഇപ്പോൾ പലരും കോടീശ്വരന്മാർ ആകുന്നത്. ഇങ്ങനെ തന്നെയാണ് കല്ലുവാതിൽക്കൽ മദ്യ ദുരന്ത കാലത്ത് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പെട്ടെന്ന് കോടീശ്വരന്മാരായത്. ഈ സർക്കാരിന്റെ കടംവെട്ട് ആരംഭിച്ചതോടെ അതിന്റെ ചാകരകാലം തുടങ്ങി. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തലയോ ശബ്ദമോ പുറത്ത് കാണില്ല. തത്വശാസ്ത്രം ഹിമാലയത്തിൽ പോയിരിക്കുകയാണ്. ഭാരതാംബ വേണമെങ്കിൽ ഒളിവിൽ പോകും. തലശ്ശേരിയിൽ RSS കലാപത്തെ നേരിട്ടാണ് മുഖ്യമന്ത്രി ശ്രദ്ധ നേടിയതെന്ന് വാഴ്ത്തുപാട്ടുകാർ ഘോഷിക്കുന്നത് കണ്ടില്ലേ? അദ്ദേഹത്തിന് ഇപ്പോൾ മൗനം ഭീഷിക്കാനാണ്. ഇത് ശരിയാണെങ്കിൽ തന്നെ ന്യായമാവുന്നത് എങ്ങനെയാണ്? അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ മിണ്ടാതിരിക്കാനാകുമോ? ഭുവന പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരൻ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രത്തെ ഇവിടെ ഒന്ന് അനുസ്മരിച്ചോട്ടെ. എഴുതിയാൽ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് വളരെ പ്രസക്തമായത് മാത്രം കുറിക്കുകയാണ്. തിരുവത്താഴത്തിന്റെ ദൃശ്യം പാർത്തുമ്പോൾ യേശുവിന്റെ ചിത്രത്തിന് കണ്ടെത്തിയ സൗകര്യമുള്ള ആൾ പിൽക്കാലത്ത് തടവറയിൽ നിന്ന് യൂദാസായി തിരഞ്ഞെടുക്കപ്പെടേണ്ടി വന്നതിലെ വിധി വൈപര്യത്യമാണ് ഡാവിഞ്ചി ലോകത്തോട് പറഞ്ഞു ഞെട്ടിച്ചത്. തലശ്ശേരിയിലെ അനുഭവം അങ്ങനെയാണോ? മഹാ അത്ഭുതം. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തിക്കയറുകയാണ്. അത് ഒഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതാംബയെ രാജ്ഭവനിൽ കണ്ടുപോയി. മന്ത്രിമാരാരും പിന്നെ രാജ്ഭവനിലെ കാലുകുത്തില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വേണ്ട. പിന്നെ ഭാരതാംബയുടെ കയ്യിൽ പച്ചക്കൊടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഭാരതാംബ ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്നാണ് ശിവൻകുട്ടിയുടെ പുതിയ കണ്ടുപിടുത്തം. അതുകൊണ്ട് പ്രോട്ടോകോളൊക്കെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം രാജ്ഭവനിൽ ഗവർണറെ സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പ്രോട്ടോകോൾ എന്തിനാണ് ലംഘിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആകെ കൂടി കണ്ടിട്ടുള്ളത് തെർമോകോൾ മാത്രമാണ്, എനിക്ക് ഈ പ്രോട്ടോകോൾ എന്തെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്.
ഭാരതാംബയെ സ്ത്രീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയും കണ്ടു. ഇനി ഭാരതാംബയെ മാറ്റിക്കൊണ്ട് പുതിയ പാഠപുസ്തകമൊക്കെ എഴുതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ മൗനത്തിലാണ്. അദ്ദേഹം മൗനത്തിലാകാനേ അദ്ദേഹത്തിന് സാധിക്കൂ. വാ തുറന്നു കഴിഞ്ഞാൽ BJP-ക്കാർ ഇടപെടും. വീണ്ടും NIA വരും, SFIO വരും, ED വരും. അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ ഒരു നീണ്ട പരമ്പര അദ്ദേഹത്തെ കാത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മിണ്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളുടെ കേസുകൾ പലതും പൊങ്ങി വരും. ചിലപ്പോൾ ചോദ്യം ചെയ്യൽ വരും, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് ഭയന്നുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് CPM-നോടാണെങ്കിലും നിൽക്കുന്നത് CPM-നോടാണെങ്കിലും മനസ്സുകൊണ്ട് മറ്റു പാർട്ടിക്കാരോടൊപ്പമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അത്ര ദയനീയമാണ് എന്നുള്ളതാണ്. സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടി അച്ഛന്മാർ എന്ത് ത്യാഗവും സഹിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് പിണറായി വിജയൻ ഇപ്പോൾ കാണിക്കുന്ന ഈ മൗനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാളെ രാവിലെ വന്ന് വേണമെങ്കിൽ ചോദിക്കും, ഗവർണർ ഭാരതാംബയെ വെക്കും, ചിലപ്പോൾ RSSന്റെ കൊടി വെക്കും. അതൊക്കെ നമ്മൾ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന് മുഖ്യൻ ചോദിച്ചാലും അതിശയപ്പെടേണ്ടതില്ല. കാരണം MR അജിത്കുമാറിന് DGP പദവി വേണം, പിന്നെ മകൾ ജയിലിൽ കിടക്കാതിരിക്കണം, അടുത്ത തിരഞ്ഞെടുപ്പിലും ജയിക്കണം. ഇതിനൊക്കെ BJP-യുടെ ഒരു താങ്ങ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തൃശങ്കുൽ നിൽക്കുന്ന മുഖ്യനെ ഇപ്പോൾ വലുതായിട്ട് ഭയപ്പെടുത്തേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യനെ പേടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ആർക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശക്തിധരന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. ശക്തിധരന് CPM-നോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നതാണ്. ശക്തിധരൻ പലപ്പോഴും എന്താ പറയുക, പണ്ട് CPM-നോടൊപ്പം നിന്ന് CPM തള്ളിപ്പറഞ്ഞപ്പോൾ ഇപ്പോൾ CPM-നെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രംഗപ്രവേശനം നടത്തി. അദ്ദേഹവും ഇടയ്ക്ക് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ആ വെളിപ്പെടുത്തലൊക്കെ നനഞ്ഞ വടക്കം പോലെ കത്താതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പേര് വെളിപ്പെടുത്താതെ എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് പലപ്പോഴും രംഗത്തെത്താറുണ്ട്. ഇപ്പോൾ സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഭാരതാംബയ്ക്ക് കിടക്കപ്പുറതിയില്ല. ഭാരതാംബയെ പിടിച്ച് വല്ല ജയിലിലും ആക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം അവരുടെ ജീവൻ രക്ഷയ്ക്ക് അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ സഹാക്കന്മാരും BJP-ക്കാരന്മാരും എല്ലാം കൂടി ഭാരതാംബയ്ക്ക് എന്താ പറയുക, ഇരിക്കപ്പുറതി കൊടുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന സമയത്ത് അദ്ദേഹം കറകളഞ്ഞ ഒരു RSSകാരനല്ല. എന്നിട്ട് പോലും സർക്കാരുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, പറയുന്ന ബില്ലുകൾ, SFI അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ, ബോയ്ക്കോട്ട് ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് ബാനർ കിട്ടുന്നു. അദ്ദേഹം നടത്തുന്ന സെമിനാർ വേദികളിൽ കയറി ഇറങ്ങി SFIക്കാർ നടത്തുന്ന പ്രതിഷേധം ചരിത്രത്തിൽ ഇന്ന് വരെ കാണുന്ന ഒരു ഗവർണർ വാഹനം നിർത്തി നടുറോഡിൽ ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനും പിന്നെ സർക്കാരും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടതാണ്. അടുത്ത് വന്നത് വിശ്വനാഥ രാജേന്ദ്ര ആർലേക്കറാണ്. അദ്ദേഹം കറ കളഞ്ഞ ഒരു RSSകാരൻ. അതായത് ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ, അറിവ് വെച്ച കാലം മുതൽ അദ്ദേഹം ഒരു RSSകാരനാണ്. RSSന്റെ രീതിയിലൂടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്, കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഒക്കെ. അതുകൊണ്ട് ഗവർണർക്ക് ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്നോ പൂജിക്കാൻ പാടില്ല എന്നോ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഭാരതാംബയുടെ കയ്യിൽ ഒരു കാവിക്കൊടി ഉള്ളത് കൊണ്ട് അത് RSSന്റെ മാത്രം ഭാരതാംബയാണ്, അത് മറ്റുള്ളവരുടെ ഭാരതാംബയല്ല എന്നൊക്കെ പറയുന്നതിൽ ലോജിക്ക് എവിടെയുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇവിടെ പിണറായി വിജയനാണ് ശരി. അദ്ദേഹം എടുത്ത ചില തീരുമാനങ്ങൾ അത് കൃത്യവും വ്യക്തവുമാണ്. അദ്ദേഹത്തിന് നിലനിൽപ്പാണ് ആവശ്യം. ആ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുമെന്ന അവസ്ഥയിലുള്ളതുപോലെ പിണറായി നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും.